യായാ യെസ് മാൻ. ഡേ നാളെയാണ് ഓഡീഷൻ. നീ സെലക്ട് ചെയ്ത ആൾക്കാരൊക്കെ എത്തുവോടേ? ഡേയ് ഞാൻ ഏറ്റതാണ്. നിനക്ക് നാളെ ആളെ കിട്ടിയിരിക്കും, അതുപോലെ. അപ്പം ഇതൊരു ഹൊറർ ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. അപ്പം ആ ഒരു സീരിയസ്നെസ്സിൽ സംസാരിക്കുക, ഡയലോഗ് പറയും. ഓക്കെ, പേടി ഡയലോഗ് പറഞ്ഞു. റെഡി? പറയണേ. എടി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഈ ഇടയായിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റണില്ല. നമ്മുടെ ജനലിന്റെ അടുത്ത് ആരോ നിൽക്കുന്ന പോലെ. എന്നെ തോന്നലാണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വേറെ വീട് നോക്കാം. ഓക്കെ അല്ലേ? എടി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഈയിടെയായിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. എന്റെ ജനലിന്റെ അടുത്ത് ആരോ നിൽക്കണ പോലെ. എന്റെ തോന്നലാണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വേറെ വീട് നോക്കാം. ഓക്കെ അല്ലേ? വളരെ നന്നായിട്ടുണ്ട്. എന്താ പേര്? കുക്കു. നല്ല പേര്, കേട്ടോ. ഓക്കെ. നിനക്ക് ഇതിനൊക്കെ എവിടുന്ന് കിട്ടുന്നടേ? അടുത്തേനെ വിളി. യായാ, ക്ലാപ്പ് ഇൻ, ക്ലാപ്പ് ഔട്ട്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ ജനൽ അവിടെ നിൽക്കുമ്പോൾ ആരോ നിൽക്കുന്ന പോലെ. എന്നെ തോന്നലാണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വേറൊരു വീട്ടിട്ട് പോകാം. ഓക്കെ അല്ലോ സാർ? നന്നായിട്ടുണ്ട്. കുട്ടി നാട്ടില് യുവജനോത്സവത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു? പണ്ട്, ഇപ്പോഴും, എപ്പോഴും. ആണോ? വിളിക്കാട്ടോ. സാർ. പൊക്കോളൂ. ഓക്കെ. ബൈ. സൂക്ഷിച്ചൊക്കെ പോണേ. നെക്സ്റ്റ്. കുട്ടി അപ്പം ഹൊറർ സബ്ജക്റ്റ് ആണ്. അപ്പം ഡയലോഗ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഇമോഷൻ ഒന്ന് ക്യാരി ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ? റെഡി ആൻഡ് ആക്ഷൻ. എടി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഈയിടെയായിട്ട് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റണില്ല. നമ്മുടെ ജനലിന്റെ അടുത്ത് ആരോ വന്നിരിക്കുന്ന പോലെ. എന്റെ തോന്നലാണോന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും വീട് മാറണം. കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഒന്നുമില്ല? വിളിക്കൂ കേട്ടോ. എടുക്കണേ. വിളിച്ചോളൂ. പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്, എടുക്കും. പൊക്കോളൂ. പാവാടാ. അടുത്ത ആളെ വിളി. ഇനി ഇതേത് കുറിച്ചാണോ എന്തോ. ക്ലാപ്പ് ഔട്ട്. റോളിംഗ് ആൻഡ് ആക്ഷൻ. എടി എടി എടി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ എത്ര ദിവസം വരേക്ക് ഉറങ്ങിയിരുന്ന് എനിക്കറിയോ? ജനലിന്റെ അടുത്തൊക്കെ ആരോ വന്ന് നിക്കണ പോലെ. ഇനി ഇതിപ്പോ എന്റെ തോന്നലാണോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും വേറെ വീട് നോക്കാടി. നോക്കാം. അല്ല, കുട്ടി ഓക്കെയാണ്. കുട്ടി ഓക്കെയാണ്. സോ യു ആർ സെലക്ടഡ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ആക്ച്വലി ഷോർട്ട് ഫിലിമിലേക്ക് 2 ആക്ടേഴ്സിനെയാണ് നോക്കുന്നത്. ഒരാൾ കുട്ടിയാണ്, ബാക്കി കൺഫേം ആയിട്ടുള്ള ഒരു ആക്ടറും കൂടെ. അപ്പം മാക്സിമം ഒരു 1 വീക്ക് അതിനുള്ളിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്പർ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ മെസ്സേജ് അയക്കാം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ 2 മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാളായി. അതെ. എടാ, ഒരാളെന്തായാലും ആയല്ലോ. മറ്റേ നമുക്ക് ഈ വന്ന ആൾക്കാരെന്ന് ഒരാളെടുത്ത പോലെ. ഇതിന്ന് എടാ 1.5 മാസമായി. എടാ, ഞാൻ മറ്റേ ക്യാരക്ടറിന്റെ രൂപം ഏകദേശം നിന്നെ വരച്ചു വരെ കാണിച്ചിട്ടില്ലേ? എന്നിട്ട് എന്താ അറിയില്ല. എടാ, ഞാൻ വെറും സ്ക്രീൻ പ്രസൻസ് മാത്രമല്ല നോക്കുന്നത്. ഫേസിൽ ഒരു ഇമോഷണൽ ഡെപ്ത് ക്യാരി ചെയ്യാൻ പറ്റണം. പിന്നെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അത് അതേപോലെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഫേസ് ആയിരിക്കണം. മുഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ഇങ്ങനെ നല്ല വട്ടമുഖം. കറക്റ്റ്. സ്ട്രെയിറ്റ് ഹെയർ. റൈറ്റ്. ചെറിയ കണ്ണുകള്, ഒരു 5-5 അടി പൊക്കം. നിനക്ക് ഭയങ്കര ഓർമ്മയാണല്ലോ. കൊച്ചു കൊള്ളാം. ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കാം. ഓഡീഷൻ ഒന്നായിരിക്കണേ. കൂടെ ഒന്നായിരിക്കും അവിടെ. നിനക്ക് നല്ല എന്തെങ്കിലും പറഞ്ഞൂടെ? നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് ചോദിക്കേ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാനോ? നീ എൻ്റെ ഇവിടെ തേടി. ഏടിയാണ്, അടിമ കണ്ടല്ലോ. ഒന്ന് പോടാ പ്ലീസ്. പ്ലീസ് പോ. ഹലോ. ഈ കുട്ടി ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പിയാണ്. ഈ കുട്ടിയുടെ പേര് ലിസ്റ്റ് കണ്ടില്ല. അയ്യോ, ഇതെന്റെ ഫ്രണ്ടാ. എന്റെ ഓഡീഷൻ ആയതുകൊണ്ട് ജസ്റ്റ്
ബൈ ദ വേ കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എനിക്കോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഞാൻ വരാം. അതെന്താ അങ്ങനെ പറഞ്ഞ? ആ, നമുക്ക് പാക്ക് ചെയ്യാം. എന്താ പറഞ്ഞേ? അവൾക്ക് താല്പര്യമൊന്നുമില്ല. നീ ചോദിക്കേണ്ട പോലെ ചോദിച്ചു കാണില്ല. അല്ലെങ്കിൽ നിനക്ക് കുറച്ച് പവർഫുൾ ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ. ഇത് ചുമ്മാ ഒടിഞ്ഞു കുത്തി. ഒരു കാര്യം ചെയ്യ്, നീ പോയി സംസാരിക്കും. നീ പോയി ചോദിക്കും. ഞാനാ പോയി ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കും. കാണോ നിനക്കൊരു ഡയറക്ടറെ ബഹുമാനിക്ക് അറിയില്ല കേട്ടോ. നീയേ ആദ്യം ഒരു ഫിലിം പോയി എന്നിട്ട് ഡയറക്ടറാവും. പോയി ചോദിക്കും. ഹായ്. ഹായ്. കുട്ടിക്ക് ഞങ്ങൾ പരിചയമില്ല, പക്ഷേ ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ? ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതിലൊന്ന് അഭിനയിക്കാവോ? അയ്യോ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. അയ്യോ, അങ്ങനെ വല്ല അഭിനയൊന്നും അറിയണ്ട. ഇത് ഞാൻ എഴുതി വെച്ചൊരു ക്യാരക്ടറിന് കുട്ടി ആപ്റ്റാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബിഹേവ് ചെയ്ത് തന്നാൽ മതി. ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം വർക്കായാലും ഇതൊരു ഫീച്ചർ ഫിലിം ആക്കാമെന്ന് ഒരു പ്രൊഡ്യൂസർ എഴുതിയിട്ടുണ്ട്. പുള്ളിക്ക് തമിഴിലെ നയൻതാരയില്ലേ, അവരുടെ ഡേറ്റ് ഉള്ളതാ. എങ്ങനെയെങ്കിലും ഈ മാസം തീർത്ത് ഔട്ട് കാണിക്കണം പ്ലീസ്. എനിക്കിതങ്ങനെ വലിയ ശീലമില്ലാത്ത കാര്യങ്ങളാ. ഞങ്ങൾ ഈ സിനിമയുടെ പുറകെ കുറേ വർഷങ്ങളായി. എവിടെ എത്തിയതുമില്ല, എവിടെയെങ്കിലും ഒന്ന് എത്താതെ തിരിച്ച് നാട്ടിലേക്ക് പോകാനും പറ്റില്ല. അതാണ് അവസ്ഥ. പ്ലീസ്. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? എത്ര സമയം എടുത്തോളൂ. പക്ഷെ ഇന്ന് രാത്രിക്കുള്ളിൽ പറയാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞില്ലേ, അവസ്ഥ അതാ. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. ആ, നിങ്ങൾക്ക് പുറത്തോട്ട് പോകണം. നീ പറഞ്ഞപ്പോൾ കുട്ടിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ ഞാൻ പറയേണ്ട രീതി പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. ടഫ് ക്യാരക്ടർ അല്ലേ, ഒന്ന് ആലോചിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടു. നല്ലോണം തെണ്ടാൻ അറിയാല്ലേ? നീ മുഴുവൻ കേട്ടാ? നമുക്ക് സെറ്റിന്റെ പണി നോക്കിയാലോ? നോക്കാം. സിനിമയുടെ പുറകെ കുറെ വർഷങ്ങളായി. എത്ര സമയം എടുത്തോളൂ. പക്ഷെ ഇന്ന് രാത്രിക്കുള്ളിൽ പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതിലൊന്ന് അഭിനയിക്കാവോ? പൊഴിയുമീ പ്രണയരാമഴയിൽ നിന്നിഴികളോ ശലഭമായി കനവിരിതളുകളിൽ നഗരവീതിയിൽ തേടി ഞാൻ നിന്നെ കോമലേ നെഞ്ചിനാഴങ്ങളിൽ മോഹചായങ്ങളാൽ വരച്ചു നിൻമുഖം മുന്നിലണയാതിങ്ങു നീ താരമേ ഹോ നിന്നിഴലായി ചേരുവാൻ മോഹമേ എന്നും പൂവണിഞ്ഞുവോ നീ എന്നിൽ ജീവനാളമായി നിന്നെ തേടി ഞാൻ അലഞ്ഞുവോ എൻ ജീവനേ എന്നും പൂവണിഞ്ഞുവോ നീ എന്നിൽ ജീവനാളമായി നിന്നെ തേടി ഞാൻ അലഞ്ഞുവോ എൻ ജീവനേ. അല്ലടാ, ഒരു മിനിറ്റ്. ആരാ? ചാരു. ചാരു. എടുക്കെടുക്ക്. ചാരു. എടി നീ പറ. ഹലോ, അതെ, ഞങ്ങൾ അവിടെ ചെയ്യേണ്ടതൊക്കെ ഓക്കെ ആണോ? നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ. അതിന്റെ യാതൊരു ആവശ്യമില്ല, ഞങ്ങളും ഫുൾ കൺഫ്യൂസ്ഡാ. നാമലയും സായാഹ്ന തീരങ്ങൾ നിൻചിരിയിൽ സ്വർഗങ്ങളാകുന്നു നിന്നഴകിൽ ആളുന്നു പ്രണയതീനാളം
നിൻമൊഴികൾ സംഗീതമാവുമ്പോൾ നാം അറിയാവാനങ്ങൾ പുൽകുന്നു ഈ പ്രണയം ഇത് കുറച്ച് മൈദയാ മേക്കപ്പ് ഇടാനേ. മൈദിയോ? ഒന്ന് പോയടാ അവിടെ നിന്ന്. പുലരാതെ നീളുന്നിതാ എൻറവുകൾ എങ്ങുമേ നിജമായി നീ ഉയരണയുന്നുവോ ഞാൻ ചേർത്ത ചായങ്ങളാ മുന്നിലണയും നേരമേ താരമേ ഹോ നിന്നിഴലായി ചേരുവാൻ മോഹമേ എങ്ങും എങ്ങും പൂവണിഞ്ഞുവോ നീ എന്നീ ജീവനാളമായി നിന്നെ തേടി ഞാൻ അലഞ്ഞുവോ എൻ ജീവനേ എങ്ങും എങ്ങും പൂവണിഞ്ഞുവോ നീ എന്നീ ജീവനാളമായി നിന്നെ തേടി ഞാൻ അലഞ്ഞുവോ എൻ ജീവനേ. കർത്താവേ, ലൈഫിലും സിനിമയിലും റിജക്ഷൻ കിട്ടി പണ്ടാരടങ്ങി. അടുത്തൊരു 30 സെക്കൻഡിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം അറിയാം. ആകെയുള്ളൊരു പരിപാടിയാ, കൂടെ നിന്നേക്കണേ. കൊള്ളാം, നമുക്ക് ചെയ്യാം. ഗുഡ് ലക്ക് ബേബി. താങ്ക് യു സർ. ശരി. ഹലോ ഹലോ. മറന്ന് പോട്ടെ. സിയാ. നിന്നിഴലായി കാതങ്ങൾ സഞ്ചാരം കണ്ണിനകൾ ചേരുന്നു നെഞ്ചോരം എന്നിനവിൽ നേറുന്നുവോ നീ തന്ന കുഞ്ഞോർമകൾ വെൺമലരായി മോഹങ്ങൾ പൂക്കുന്നു നീ പകരും അനുരാഗനോവാലേ ഇനി അകലാരെങ്ങുമേ ഒന്നായി തുഴഞ്ഞേ വരാ കനവാകെ ആഴങ്ങളിൽ നീ തന്ന നീർത്തുള്ളികൾ നനവാലേ മായുന്നുവോ. അപ്പൊ ഈ സിനിമാക്കാർക്ക് പെണ്ണ് കിട്ടില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലേ? എന്താ? അല്ല അതിനൊക്കെ ഒരു യോഗമാണേ. പടാ 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 പടാ. ഹോ വന്നണയോ എങ്ങിലായി താരമേ. നാളെയാണ് ഓഡീഷൻ. നീ സെലക്ട് ചെയ്ത ആൾക്കാരൊക്കെ എത്തുവോടെ? ഞാൻ ഏറ്റതാണ്. നിനക്ക് നാളെ ആളെ കിട്ടിയിരിക്കും അതുപോലെ